ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണ്. അപ്പോൾ അത് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തെടുക്കുന്നു കേട്ടോ. നമ്മുടെ പറമ്പൊക്കെ നല്ല കാട് പിടിച്ചിട്ടൊക്കെ ഇരുന്നിരുന്നു. ഒക്കെ പുല്ലൊക്കെ ഒന്ന് ചെത്തി കോരിയപ്പോൾ മഴ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചാറിൽ കിട്ടണോണ്ടേ അത്ര പൊന്തി വരുന്നുണ്ട്. പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് വേഗം വലുതാവും കേട്ടോ. അടുത്ത കാട് വീശാനാവും ഇപ്പം തന്നെ. പിന്നെ കുറച്ച് ഓലയും ചകിരിയൊക്കെ അതിന് മേലെ ടാങ്കിന് മേലെ കയറ്റി വെച്ചിരുന്നു. അതൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വിറകൊന്നും വെക്കാനായിട്ട് വിറക് പേരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ടാണ് വെക്കാറ്. അപ്പം പെട്ടെന്നുള്ള മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നനഞ്ഞു കിട്ടും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ ഞാൻ ഒരു നല്ലൊരു റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പപ്പടം വെച്ചിട്ടൊരു റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ രാവിലെ ഇപ്പോൾ ഒരു എക്സസൈസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകാനിട്ട് ഇത്രയും നേരത്തെ കഴുകാറില്ല കേട്ടോ. റിസാൻ്റെ യൂണിഫോം കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ഇപ്പോൾ ഒരു കൂട്ടമുള്ളവർക്ക് ഇപ്രാവശ്യം യൂണിഫോം കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളതൊന്നും കൊള്ളാണ്ട് പോയി. പെട്ടെന്ന് തടി വെച്ച് വരുന്നോണ്ടേ പഴയ യൂണിഫോമൊന്നും കൊള്ളണമില്ല. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കഴുകിയെടുത്താൽ പിന്നെ അവർ പോകുമ്പോഴേക്കൊന്ന് ഇസ്തിരി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇന്നലെ ഇഡ്ഡലിക്കാണ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നന്നായിട്ട് പൊന്തി ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പൊന്തി പോവാതിരിക്കാൻ ഒരു പഞ്ചസാര ഡപ്പയിക്കുണ്ടായിരുന്നു. അതൊക്കെ അതിന് മേലെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരം ചായ ഉണ്ടാക്കണം. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട്, പാൽ ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പെങ്ങൾക്ക് ഇപ്പോൾ പാൽ ചായ പറ്റണുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അവർക്ക് പനിയൊക്കെ വന്നിട്ട്. അപ്പോൾ ഭയങ്കരമാണ് ഭക്ഷണത്തോടൊക്കെ ഒരു അപ്പോൾ പാൽ ചായ എന്നിട്ടിപ്പോൾ കുടിക്കാറ്. അപ്പോൾ അവർക്കുള്ള പാൽ ചായ ഉണ്ടാക്കി വെച്ച് ഞാനൊക്കെ കട്ടനാണ് കുടിക്കുക. അപ്പോൾ ഇടയ്ക്കൊരു ആഗ്രഹം തോന്നും പാൽ ചായ കുടിക്കണമെന്ന്. അപ്പോഴാണ് കുടിക്കാനും ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കി വെച്ച് ഇപ്പോൾ ഇഡ്ഡലിയുടെ ഇതൊക്കെ ഞാനിത് പച്ചരി അല്ല കേട്ടോ അരച്ച് വെച്ചുള്ളത്. പൊടി കലക്കിയിട്ട് പിന്നെ ഉഴുന്നും ചോറൊക്കെ അരച്ച് കൂട്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനങ്ങനെ ചെയ്തത് പച്ചരി ഇല്ല, പച്ചരി ഉള്ളത് മൊത്തം പൊടിയാക്കി വെച്ചെടുക്കണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ച് നേരെ ആവുകയാണെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആക്കിയത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ഇഡ്ഡലി പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചുള്ളതാണ്, അതുകൊണ്ട് അത് ഉണ്ടാക്കണമൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴേക്കാണ് കേട്ടോ പിന്നെ പപ്പടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല, ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഞാൻ 1 എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പില ഉണ്ട്. വെളുത്തുള്ളി വെള്ള പാത്രത്തിൽ നിന്ന് കാണില്ല, അതുകൊണ്ട് ഞാൻ തൊട്ട് കാണിച്ചെന്ന്. അപ്പോൾ ഞാനൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ പപ്പടം പൊരിച്ചെടുക്കാനുള്ള അത്ര എണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ. അധികം ഓവറായിട്ട് എണ്ണ ഒന്നും ഒഴിച്ചില്ല, കാരണം ഇതിൽ തന്നെ ഉള്ളി അങ്ങോട്ട് വാട്ടിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പപ്പടം ഒന്നിങ്ങനെ പൊരിച്ചെടുക്കണത്. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ കുറേശ്ശെ ഇട്ട് പൊരിച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമ്മളതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ 2-4 പ്രാവശ്യം ഇട്ടിട്ടാണ് പപ്പടം പൊരിച്ചെടുത്തത്. ഇനിയിപ്പോൾ പപ്പടം പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ ഉള്ളിയും വെച്ചിട്ട് ചെയ്യാട്ടോ. ചെറിയ ഉള്ളിയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളുപ്പാണ് ഇട്ട് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ പപ്പടത്തിൽ ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ അത് പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയിട്ട് വാട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഉപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും എണ്ണയിൽ. അപ്പോൾ ഞാൻ കുറച്ചാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുള്ളൂ, നിങ്ങൾ നോക്കിയിട്ട് ഇടുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അത് വാടുന്നതിൻ്റെ ഒപ്പം തന്നെ വേപ്പില, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാടാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇളക്കി അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയിൽ തന്നെ അത് നനഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് തക്കാളിയും കൂടിയിട്ട് അതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. എന്താ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ നന്നായിട്ട് തിളക്കും. അപ്പുറത്ത് മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട്. അവൾ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച പപ്പടം ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. നമ്മളിത് ചോറിലേക്കാണെങ്കിലും കുഴപ്പമില്ല, പിന്നെ കടിയിലേക്ക് ഒക്കെ എടുക്കുക. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ പപ്പടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറേക്ക് ചൂട കറി വെച്ചിട്ടുണ്ട്. മീനൊന്നും ഞാൻ എടുക്കണില്ല, മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ ചൂട കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പടക്കറി ഒഴിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെന്താ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചിട്ട് പിന്നെ നമ്മൾ രാവിലെ വെച്ച പയർ റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇരിക്കുന്നുണ്ടായിരുന്നു അടുത്ത്. അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് പിന്നെ മോര് കലക്കിയതുണ്ട്, അത് ഒഴിച്ച് പിന്നെ മുളക് ചമ്മന്തി ഉണ്ട്, അത് ഞാൻ എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മോരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മോരിലും മുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുളക് ചമ്മന്തിയുടെ ആവശ്യമില്ലല്ലോ വെച്ചിട്ട് ഞാൻ അതെടുത്തില്ല കേട്ടോ. അത് അവർക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്ത്. അപ്പോൾ നമ്മുടെ ചൂടക്കറിയും പപ്പടക്കറിയും പയറും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ. വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.